പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT മോഡൽ എക്സാമിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ക്രിയേറ്റ് 2 പോയിൻറ്റ്സ് ആൻഡ് കൺസ്ട്രക്ട് ദ സെഗ്മെൻറ്റ് ജോയിനിങ് ദം യൂസിങ് ഇൻപുട്ട് ബാർ ഇൻ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആസ് പെർ ദ ഫോളോയിങ് ഹിൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. A and B എന്ന 2 പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുക. ദെൻ അതിനെ ജോയിൻ ചെയ്തുകൊണ്ടൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഷോ ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്ത് ജിയോജിബ്ര എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് 8th പഠിച്ചൊരു കാര്യമാണ്. 8th നമ്മൾ ആ ടൂൾസ് ബാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പോയിൻ്റ് രേഖപ്പെടുത്തിയതും ലൈൻ ഡ്രോ ചെയ്തതൊക്കെ. എന്നാൽ ഇത്തവണ 10th ക്ലാസ്സിൽ നമുക്ക് ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ടാണ് ഇതിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 ബിന്ദുക്കൾ, 2 പോയിൻറ്റ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. A and B. തന്നിരിക്കുന്ന ഇൻഡെക്സ് നമ്പർ നമ്മൾ ഇൻപുട്ട് ബാറിൽ നൽകുക. ഓക്കെ, A ബ്രാക്കറ്റിനുള്ളിൽ -3,1 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കൂ, A എന്ന പോയിൻ്റ് സ്ക്രീനിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇനി അടുത്തതായി നമുക്ക് B രേഖപ്പെടുത്തണം. സെയിം തൊട്ട് താഴെയായിട്ട് അതേ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. B ഇൻ ബ്രാക്കറ്റ് 3,4. എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ B എന്ന പോയിൻറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എയെയും ബിയെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിനായി താഴെ ഇൻപുട്ട് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക സെഗ്മെൻറ്റ്, ദെൻ ഇൻ ബ്രാക്കറ്റ് A, B. നമ്മൾ എയും ബിയെയുമാണ് യോജിപ്പിക്കുന്നത്. സെഗ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഇൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് A, B എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കൂ, ഇപ്പോൾ എയെയും ബിയെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈന് വരച്ചതായിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത്. ഇനി സേവ് ദ ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _line.ggb എന്ന പേരിൽ സേവ് ചെയ്യാനാണ്. എളുപ്പമാണല്ലോ, നമുക്കറിയാലോ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഫയലിൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഹോമിലെ എക്സാം പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ _line.ggb എന്ന പേരിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഇൻപുട്ട് മെത്തേഡ് ഉപയോഗിച്ച് ജിയോമെട്രിക് ഷേപ്പുകളെല്ലാം വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ? ചെയ്തു നോക്കുക. താങ്ക്